ഒരു പുതിയ വാക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ് സാധാരണ പറയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം. ഈ വാക്ക് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തപ്പോ പ്രസ് എത്തിയിട്ട് ഈ ചേർത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രസ് ഏക്ക് പകരം ഈ ചേർത്ത്. ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു കഥയല്ല. ഞാൻ യൂണിവേഴ്സിറ്റി വെള്ളംകുളയിലായിരുന്നു. കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് വന്ന് അപ്പം സ്വാഭാവികമായി നമ്മൾ ഒരു അധ്യാപകൻ യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ ഒരു സിലബസ് കൂടി ഉണ്ടാക്കിയെടുക്കുമല്ലോ. അപ്പൊ എനിക്ക് താല്പര്യമുള്ള ഒരു വിഷയം എന്നുള്ളതിൽ ഈ ഡീകൺസ്ട്രക്ഷനും ഒരു പേപ്പറായിട്ട് ഓപ്ഷണൽ പേപ്പറായിട്ട് ഉണ്ടാക്കി. അപ്പൊ അതിൽ ക്വസ്റ്റ്യൻ കൊടുത്തപ്പോ ക്വസ്റ്റ്യൻ പ്രിന്റ് ചെയ്ത് വന്നപ്പോ ഞാൻ തന്നെ പരീക്ഷാ ഹോളിൽ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ അതിന് സാധാരണ കാരണം ഡിഫറൻസ് എന്ന് ചെയ്യുന്നത് ഫസ്റ്റ് ഇയറിനല്ല, പൊതുവെ സാധാരണ ഇംഗ്ലീഷിൽ എഴുതുന്നത് ഈ രീതിയിലല്ല. അപ്പൊ ഡെറിഡ ഈ വാക്ക് ഉപയോഗിച്ചത് അത് ഞാൻ പറഞ്ഞ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഡെറിഡ ടഫാണെന്ന് പറഞ്ഞാല് ഒന്ന് ഡെലിബറേറ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞില്ല, കരുതിക്കൂട്ടിയാണ്. ആ കരുതിക്കൂട്ടി ചെയ്ത കാര്യത്തില് ഒരു കാര്യമാണ് ഈ ഡിഫറൻസ് എന്നുള്ളത്. അപ്പൊ ഡിഫറൻസ് എന്നുള്ള വാക്ക് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മളുടെ സാഹിത്യത്തിന്റെയും സിദ്ധാന്തത്തിന്റെയും ചരിത്രത്തിലുടനീളം നിലനിൽക്കുന്ന ഒരു പ്രബല ധാരണയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് ഡെറിഡ എത്തിയിട്ടുള്ളത്. അതായത് സാന്നിധ്യത്തെ സംബന്ധിക്കുന്ന ഒരു അതിഭൗതികം നമ്മുടെ ചിന്തയിലുടനീളം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഡെറിഡ പ്ലാറ്റോ മുതൽ ഇങ്ങോട്ടുള്ള അല്ലെങ്കിൽ പ്രാചീന ചിന്ത മുതൽ ഇങ്ങോട്ടുള്ള തത്വചിന്തകൾ മുഴുവൻ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു വസ്തുത, ഈ മെറ്റാഫിസിക്സ് ഓഫ് പ്രസൻസ് എന്നുള്ളത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഈ കാര്യം പരിശോധിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്ട്രക്ചർ, സൈൻ ആൻഡ് പ്ലേ ഇൻ ഹ്യൂമൻ സയൻസസ് എന്നുള്ള ആർട്ടിക്കിൾ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഓർഗനോമെറ്റോളജിയുടെ ഒരു രത്ന ചുരുക്കം, ദ ജിസ്റ്റ് ഓഫ് വാട്ടെവർ ഈസ് റിട്ടൺ ലേറ്റർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ആർട്ടിക്കിൾ സ്ട്രക്ചർ, സൈൻ ആൻഡ് പ്ലേ എന്നുള്ള ലേഖനത്തിലുണ്ട്. കാരണം അതില് സ്ട്രക്ചർ എന്നുള്ള ഘടന എന്നുള്ള നമ്മള് വളരെ കാലം മുതലുള്ള ചിന്തകൾ മുതൽ ഇന്നുവരെയുള്ള ചിന്തകൾ നോക്കിക്കഴിഞ്ഞാൽ ഘടന തെറ്റുമാണ് നമ്മളെല്ലാവരും ബേജാറാണ്. ഒരു സിസ്റ്റം ഏതെങ്കിലും രീതിയിൽ തെറ്റുമോ, ഇപ്പം നമ്മളിപ്പം നാട്ടിൽ നടക്കുന്ന സംഭവമായാലും ശരി, നമ്മുടെ വീടായാലും ശരി, നമ്മുടെ സമൂഹമായാലും ശരി, നമ്മുടെ എഴുത്തായാലും ശരി, ഇപ്പൊ കവിതയിൽ സാധാരണ കവിത എഴുതുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കവിത വരികയാണെങ്കിൽ ആളുകളൊക്കെ വറിയിടാവും, ഇതെന്ത് കവിത എന്നുള്ള രീതിയിലേക്ക് അസ്വസ്ഥമാകുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അതുവരെ നമ്മൾ ഫോളോ ചെയ്ത ഒരു സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടാവുന്നത്. അപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാവുമോ, ഏതെങ്കിലും രീതിയിൽ ഒരു മാറ്റം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഒരു സിസ്റ്റം തകരുമോ, ഉണ്ടാവുന്ന ഒരു ഉത്കണ്ഠ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഞാൻ ഇതിന്റെ കൂടെ ആനുഷംഗികമായി പറയുന്നു മാത്രം. അപ്പൊ സിസ്റ്റം എന്നുള്ളത്, വ്യവസ്ഥ എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മളുടെ ചിന്തകളിലുടനീളം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ സ്ട്രക്ചർ എന്നുള്ള ഒരു സംഭവം ഇദ്ദേഹം ആവർത്തിച്ച് പരിശോധിക്കുക. ഈ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഡെറിഡ ഈ ഒരു ചോദ്യവുമായി ഇത്രമാത്രം അഭിമുഖീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഡെറിഡയുടെ ഇപ്പൊ നമ്മളുടെ കാലം വളരെ പ്രധാനപ്പെട്ടാണല്ലോ. നമ്മളിപ്പോ ഫാസിസത്തെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പം ആഗോളവൽക്കരണത്തെ കുറിച്ച് പറയുന്നു, നമ്മളിപ്പം ഒബാമ ഇന്ത്യയിൽ വന്നു, അപ്പൊ സ്വാഭാവികമായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇറ്റ് ഈസ് ക്വൈറ്റ് നോർമൽ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണോ ഇമീഡിയറ്റ് റിയാലിറ്റി, ആ ഇമീഡിയറ്റ് റിയാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഏത് ദാർശനികനായാലും സാധാരണ മനുഷ്യരായാലും അവരുടെ അന്വേഷണങ്ങളും ആലോചനകളും ഒക്കെ പോവുക. ഡെറിഡ ജീവിക്കുന്ന ഒരു കാലത്തുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട്
ട്രെൻഡ് എന്നുള്ളത്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാർത്തർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഐദേഗർ, ഹുസൈൽ, ഇവരൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുള്ള പ്രാതിഭാസിക വിജ്ഞാനീയവും അസ്തിത്വവാദവുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകളാണ്. അതായത് ഫിനോമിനോളജി ആൻഡ് എക്സിസ്റ്റൻസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ചർച്ചയായി ലോകവ്യാപകമായി തന്നെ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ സാർത്തറിനൊക്കെ നോബൽ സമ്മാനം കിട്ടിയത് കൊണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ ഇത് ട്രെൻഡായി, അസ്തിത്വവാദം വലിയ ട്രെൻഡായിരുന്നു. പ്രാതിഭാസിക വിജ്ഞാനീയവും അതുമായി ബന്ധപ്പെട്ടുള്ള ഹെർമെന്യൂട്ടിക്സും വളരെ വലിയൊരു ഫാഷനായി തന്നെ ലോകത്ത് നിലനിന്നിരുന്നു, ചർച്ച ചെയ്തിരുന്നു. മറുവശത്ത് ഇതിന്റെ വിപരീതമായി ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനെ എതിർത്തുകൊണ്ടുണ്ടായിട്ടുള്ള വലിയൊരു ഫാഷനായിട്ട് ഉണ്ടായിട്ടുള്ള ചിന്താധാര എന്നുള്ളത് സ്ട്രക്ചറലിസം ആൻഡ് സിമിയോട്ടിക്സ് ആയിരുന്നു. അതായത് ഘടനാവാദവും ചിഹ്നശാസ്ത്രവും. ഡെർഡയെ പോലുള്ള ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ തന്നെ ഈ ഒരു സങ്കീർണത സ്വാഭാവികമായിട്ടും ഞാനും അഭിമുഖീകരിക്കുന്നത്. അപ്പൊ ഈ സ്ട്രക്ചർ, ഘടന എന്നുള്ളത്, ഈ ഘടനയുടെ ഘടനാലിറ്റി അല്ലെങ്കിൽ ഘടനാപരത എന്നുള്ളത് യഥാർത്ഥത്തിൽ എങ്ങനെ ഉണ്ടാവുന്നു, അതിന്റെ അടിസ്ഥാനം എന്താണ്, അതിനകത്ത് നിന്നുകൊണ്ട് ഇപ്പൊ രണ്ട് ഫാഷൻ അല്ലെങ്കിൽ രണ്ട് ട്രെൻഡ് പാശ്ചാത്യ രാജ്യങ്ങളിലും തുടർന്ന് ലോകവ്യാപകമായി ഉണ്ടായി എന്ന് പറയുണ്ടായി. അതിലൊരു ട്രെൻഡ് സ്ട്രക്ചറലിസം ആൻഡ് സിമിയോട്ടിക്സ് അല്ലെങ്കിൽ ഘടനാവാദവും ചിഹ്നശാസ്ത്രവും. ചിഹ്നശാസ്ത്രം എനിക്കൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ 1984 ഈ മൈസൂരിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജിൽ ഒരു വർക്ക്ഷോപ്പിൽ 28 ദിവസം താമസിച്ച് പഠിച്ചിരുന്നു. സ്ട്രക്ചറലിസം ആൻഡ് സിമിയോട്ടിക്സ് ആണ് എൻ്റെ കോഴ്സ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ചിഹ്നശാസ്ത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തും കണ്ടെത്താൻ പറ്റും എന്ന രീതിയിലാണ്. ഒളാങ്കാർത്തിന്റെ ഒക്കെ ഒരു ട്രെൻഡ്, ഒരു ഫാഷൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു കാലത്താണ്. അപ്പം പിന്നെ അത് ടൊറന്റോ യൂണിവേഴ്സിറ്റിയും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജും സംയുക്തമായി നടത്തിയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പായിരുന്നു. അപ്പൊ ആ രീതിയിൽ സിമിയോട്ടിക്സും സ്ട്രക്ചറലിസവും ലോകവ്യാപകമായ ഒരു ഫാഷനായിട്ടും ഒരു ട്രെൻഡായിട്ടും നിലനിൽക്കാം. ഈ ഒരു ചരിത്ര സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഡെർഡ രംഗത്ത് വരുന്നത്. അപ്പൊ അങ്ങനെ ഡെർഡ രംഗത്ത് വരുമ്പോൾ ആദ്യമായി ഡെർഡ ചെയ്തിട്ടുള്ള പുസ്തകം, അത്തരത്തിലുള്ള പുസ്തകങ്ങളുടെ ഒരു ക്രോണോളജിയോ മറ്റു സംഗതിയോ ഞാൻ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നെറ്റിൽ തന്നെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ മൗസിന്റെ തലയിൽക്ക് കിട്ടുന്ന ഒരു കാര്യം. ഞാനിവിടെ സമയം ചെലവഴിക്കേണ്ടതില്ല, നിങ്ങൾക്കും എനിക്കും അത് വേസ്റ്റ് ആയിരിക്കും. അപ്പൊ യഥാർത്ഥത്തില് സ്ട്രക്ചറലിസവും സിമിയോട്ടിക്സും മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിന് ഒരു വശത്തും പ്രാതിഭാസികവും അസ്തിത്വവാദവും മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിന് മറുവശത്തും നേരിടുക എന്നുള്ള ഒരു ലക്ഷ്യം ഡെർഡയ്ക്ക് ഉണ്ടായിരുന്നു. നേരിടുക എന്ന് പറഞ്ഞാൽ അവരെ തകർക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഇവർ രണ്ടാളും അടിസ്ഥാനപരമായി പറയുന്നത് ഒരേ കാര്യമാണ്. ഇപ്പൊ പ്രാതിഭാസിക വിജ്ഞാനീയം പോലുള്ള ഒരു തത്വചിന്താ ശാസ്ത്രം ആശയവാദപരമാണ് എന്ന് വിമർശനം ഉന്നയിച്ചുകൊണ്ട് വളരെ ശാസ്ത്രീയവും ഭൗതികവാദപരവുമാണ് എന്ന് അവകാശപ്പെടുന്ന ചിഹ്നശാസ്ത്രം അല്ലെങ്കിൽ ഘടനാവാദം യഥാർത്ഥത്തിൽ ചെയ്യുന്ന കാര്യം ഈ ആശയവാദികൾ ചെയ്യുന്ന അതേ കാര്യമാണ് എന്ന ഒരു നിഗമനത്തിലാണ് ഡെർഡ എത്തിച്ചേർന്നത്. അവിടെയാണ് അദ്ദേഹം ഘടന എന്ന് പറയുന്ന, സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട, എല്ലാ ചിന്തകളിലും നമ്മൾ കാണുന്ന, എല്ലാ തത്വചിന്തയിലും നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസത്തെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ ഈ സ്ട്രക്ചർ എന്നുള്ളത് എപ്പോഴും ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള, അടഞ്ഞ ഒരു സംഭവമാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യവസ്ഥ നമ്മൾ ആലോചിക്കുക, അതൊരു അടഞ്ഞ വ്യവസ്ഥയാണെങ്കിൽ, ഇപ്പൊ ഇന്ത്യ എന്നുള്ളത് ഒരു പഴയ ഇന്ത്യ അതേ മാതിരി ഇങ്ങനെ തുടരുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ജാതി വ്യവസ്ഥയും അതിൻ്റെ സങ്കീർണതകളും അതിൻ്റെ ഉച്ചനീചത്വങ്ങളും അതൊക്കെ അതേപടി നിലനിൽക്കുന്ന ഒരു ഇന്ത്യയായിട്ടുള്ള ഇന്ത്യ ഉണ്ടാവും. അപ്പൊ ഒരു വ്യവസ്ഥ എന്നുള്ളത് അതേപടി അങ്ങനെ നിലനിൽക്കുന്ന, വെദർ ഇറ്റ് ഈസ് സോഷ്യൽ ഓർ പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ ഓർ ലിറ്റററി വാട്ടെവർ, അത് അതേപടി അങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ അതിന്റെ സ്ഥിതി എന്താണ്? അപ്പൊ വ്യവസ്ഥ എന്നുള്ളത്, എന്നാൽ ഈ വ്യവസ്ഥക്ക് വേണ്ടി ബാധിക്കുന്നതാണ് തത്വചിന്തയുടെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണുന്ന വളരെ പ്രബലമായ ട്രെൻഡ് എന്നുള്ളത് ഇദ്ദേഹം തിരിച്ചറിയാം. ഇതിനെ ഫിലോസഫിക്കലായ ഒരു രീതിശാസ്ത്രം ഉപയോഗിച്ച് നേരിടാനുള്ള ഒരു ശ്രമമാണ് ഡെർഡ നടത്തിയിട്ടുള്ളത്. ഫിലോസഫിക്കലായിട്ട് നേരിടുന്നതിന്റെ ഭാഗമായിട്ടാണ്
ഡെറിഡ ഈ ഡിഫറൻസ് എന്നുള്ള വാക്ക് മുമ്പോട്ട് വെക്കുന്നു. അപ്പൊ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് ഈ പ്രബന്ധത്തില് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, വെദർ യു ആർ ഫോളോയിങ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ, ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ള രീതിയിൽ അയാൾ ചോദിക്കുന്നുണ്ട്. കാരണം ഫോളോ ചെയ്യുന്നില്ല എന്ന് ഉറപ്പാണ്. കാരണം പുതുതായിട്ടൊരു വാക്ക് കേൾക്കാണ്. നമ്മളിപ്പോ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാത്തൊരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വായന അവിടെ തടസ്സപ്പെട്ടില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ അർത്ഥം നോക്കി അല്ലെങ്കിൽ മനസ്സിലാക്കി എന്നിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അടുത്ത വായനയിലേക്ക് കടക്കുന്നത്. അപ്പൊ ഡെറിഡ വായിച്ചുകൊണ്ടിരിക്കുന്ന പ്രബന്ധത്തില് ഡിഫറൻസ് എന്ന് കാണുമ്പോൾ ഇത് ഒന്നുകിൽ അച്ചടിത്തെറ്റാണ് എന്ന് കരുതണം, അല്ലെങ്കിൽ ഇതിന് മറ്റെന്തോ അർത്ഥമുണ്ട്, ഇത് നമ്മൾ ഇതുവരെ കാണാത്ത പരിചയിക്കാത്ത വാക്കാണല്ലോ എന്ന് സ്വാഭാവികമായിട്ടും വായനക്കാരൻ ശ്രോതാവ് ചിന്തിക്കണം. അപ്പൊ അവിടെ ആണ് ഡെറിഡയുടെ ആദ്യത്തെ ഒരു ഇന്റർവെൻഷൻ നടക്കുന്നത്. കാരണം നിങ്ങൾ യു ആർ ഹിയറിംഗ് സംതിങ് വിച്ച് ഈസ് ഫെമിലിയർ ടു യു, ബട്ട് യു ആർ സീയിങ് സംതിങ് വിച്ച് ഈസ് അൺഫെമിലിയർ ടു യു. നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് പരിചയമുള്ള ഡിഫറൻസ് ആണ്, പക്ഷെ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഡിഫറൻസ് ആണ്. സ്പെക്ടക്കുലർ ആയിട്ടുള്ള ഒരു ലോകത്തിന്റെ ഒരു തത്വചിന്ത കൂടിയാണ് ഡെറിഡയുടെ തത്വചിന്ത എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ആർട്ടിനെ പറ്റിയും ചിത്രകലയെ കുറിച്ചൊക്കെ ഡെറിഡയുടെ പുസ്തകങ്ങളും ലേഖനങ്ങളും വേറെ ഉണ്ട്, ദാറ്റ് സംതിങ് എൽസ്. കാരണം നമ്മൾ മൊത്തം കാഴ്ചയുടെ ഒരു ലോകത്താണ് ഇന്ന് ജീവിക്കുന്നത്. അപ്പൊ കാണുക എന്നുള്ളത് ഇമ്മീഡിയറ്റ് റിയാലിറ്റി ആയിട്ട് തെളിവായിട്ട് നമ്മളുടെ മുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തില് ഇപ്പൊ 69-70 കാലത്താണ് റൈറ്റിംഗ് ആൻഡ് ഡിഫറൻസ് പോലുള്ള പുസ്തകങ്ങളിലുള്ള പ്രധാനപ്പെട്ട ലേഖനങ്ങൾ വരുന്നത്. അപ്പൊ 69-70 ഇത്തരത്തിലുള്ള മാറ്റമുണ്ടോന്ന് ചോദിക്കും. ഇത്തരത്തിലുള്ള മാറ്റമുണ്ട്, നമുക്ക് ഇവിടെ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അൽഫാവില്ല എന്നുള്ള ഗുദാർദിന്റെ വളരെ പുസ്തകമല്ല സിനിമ ചെയ്തിട്ടുള്ളത് 69-ലാണ്. അൽഫാവില്ല എന്നുള്ള സിനിമ ഞങ്ങളൊക്കെ ഇവിടെ കണ്ടത് 80-കളിലാണ്. അപ്പൊ 80-കളിൽ ഈ സിനിമ കാണുമ്പോൾ യഥാർത്ഥത്തില് ഈ കമ്പ്യൂട്ടർ യുഗത്തില് കമ്പ്യൂട്ടറിനകത്ത് ജീവിക്കുന്ന ഒരാള് പുറത്തു പോയി ഒരു താഴ്വരയിൽ ഇങ്ങനെ നടക്കുമ്പോ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്ന രണ്ടുപേരും ഒന്നിച്ച് ഇങ്ങനെ നടക്കുമ്പോ സ്നേഹം എന്നുള്ള ഒരു വാക്ക് പറയുമ്പോൾ അയാൾക്കത് മനസ്സിലാവുന്നില്ല. വാട്ട് ഈസ് ലവ്? അപ്പൊ ഇയാൾ ഓടിപ്പോയി ആൽഫബറ്റിന്റെ അകത്തേക്ക് ഓടി തിരിച്ചു പോവാണ്. എന്നിട്ട് ഇയാൾ കമ്പ്യൂട്ടറിൽ മുഴുവൻ വരുതാണ്. നമ്മളിപ്പോ ഈ ചേതമ്പാത്ത് പറയുന്നുണ്ടല്ലോ, അയാൾ നോവൽ എഴുതുമ്പോ ഈ മൈക്രോസോഫ്റ്റിന്റെ ഒരുപാട് സഹായം കിട്ടി. അതെങ്ങനെ വെച്ചാല് നമ്മൾ വേർഡിൽ നിങ്ങൾക്കിപ്പോ ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആംബിയൻസ് എന്നുള്ള വാക്ക് കൊടുത്താൽ ഒരുപാട് തത്തുല്യമായ വാക്കുകൾ അവിടെ വരുമല്ലോ. അപ്പം അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂടുതൽ മനോഹരമാണെന്ന് തോന്നാവുന്ന വാക്കുകൾ സെലക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഈ ഉള്ള ഒരു സാധ്യതയൊക്കെ ഇന്നിപ്പോ നമുക്ക് വളരെ എളുപ്പം മനസ്സിലാവും. ഡിഫറൻസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഡിഫർന്നും ഡഫർന്നാണ് എന്നൊക്കെ ഉള്ള നിങ്ങൾക്ക് അയച്ചുതന്ന നോട്ട്സിലൊക്കെ ഉണ്ട്. ദാറ്റ് യു നോ വെരി വെൽ ആൻഡ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഈസിലി ഓൾസോ. അപ്പം ഈ വാക്കിന്റെ കോയിനേജുമായി ബന്ധപ്പെട്ടുള്ള പരിസരമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു വാക്ക് ഉണ്ടാക്കുന്നത് നമ്മൾക്ക് കേൾക്കുന്നതും കാണുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ സൂചിപ്പിക്കാൻ വേണ്ടി. അപ്പൊ കാണുന്നത് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്, അതേസമയത്ത് പ്രഭാഷണം നമ്മൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കാണുന്ന എഴുത്ത് എന്നുള്ളത് പ്രഭാഷണം പോലും നമ്മൾ കേൾക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ആ കേൾവിയിൽ തന്നെ ഒരു കാഴ്ച കൂടി ഇൻവോൾവ് ആണ്. അപ്പൊ കാഴ്ച ഇന്നത്തെ ഒരു വലിയ പ്രശ്നം അതാണ്. ടെലിവിഷനിൽ നമ്മൾ കാണുകയാണ് മിക്കവാറും കാര്യങ്ങൾ. ടെലിവിഷനിലായാലും നെറ്റിലായാലും ഫേസ്ബുക്കിലായാലും നമ്മൾ നേരിട്ട് കാണുകയാണ്. അപ്പൊ ഈ കാണുമ്പോൾ ഉണ്ടാവുന്നതും കേൾക്കുമ്പോൾ ഉണ്ടാവുന്നതും തമ്മിലുള്ള വ്യത്യാസം, അതിന്റെ വിശ്വാസ്യതയിലുള്ള വ്യത്യാസം, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ആക്ച്വലി ഡിഫറൻസ് എന്നുള്ള വാക്ക് ഈ രണ്ട് വാക്കുകൾ ചേർത്താണ് ഉണ്ടായത് എന്നതിനേക്കാൾ പ്രാധാന്യം ആ വാക്കിന്റെ നല്ല ഭാഷയുടെ തന്നെ ഒരു മൗലികമായ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ഡെറിഡ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറയാൻ വേണ്ടിയാണ്. അത് സ്പീച്ച് സെന്റേർഡ് ആയിട്ടുള്ള ഒരു ഭാഷാശാസ്ത്രമാണ് നമ്മൾ പിന്തുടരുന്നത്. സ്ട്രക്ചറൽ ആന്ത്രോപോളജി എന്നുള്ളത് ലെവിസ്ട്രോസിന്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. ഈ സ്ട്രക്ചറൽ ആന്ത്രോപോളജിക്കുള്ള വലിയൊരു പരിമിതി മുന്നോട്ട് വെക്കുന്നത് ഡെറിഡയാണ്. കാരണം നരവംശാസ്ത്രം എന്നുള്ളത് ഈ വെറും ഒരു നരവംശ
നരവംശാസ്ത്രം, ശുദ്ധ നരവംശാസ്ത്രം എന്ന രീതിയിലല്ല പരിവർത്തിക്കപ്പെടുന്നത്. മറിച്ച് അതെത്ര ശാസ്ത്രീയം എന്ന് പറയുമ്പോഴും അതിന് വെസ്റ്റിന്റെ ഒരു ഡൊമിനേഷനും വംശീയമായിട്ടുള്ള ഒരു ഡൊമിനേഷനും അത് ഡെറിഡ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഡെറിഡ ഫിലോസഫിക്കലായിട്ടാണ് ചോദ്യം ചെയ്യുന്നതെങ്കിലും ആ ഫിലോസഫിക്കൽ ഡയമെൻഷൻ സോഷ്യലായിട്ടും പൊളിറ്റിക്കലായിട്ടും കൺവെർട്ട് ചെയ്യാൻ പിന്നീട് എഡ്വേർഡ് സയ്യിദിനെ പോലുള്ള ആളുകൾക്ക് കഴിയുകയും ചെയ്തു എളുപ്പത്തിൽ. എഡ്വേർഡ് സയ്യിദ് ദ വേൾഡ് ടെക്സ്റ്റ് ആൻഡ് ക്രിട്ടിക് എന്നുള്ള പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹത്തെ സ്വാധീനിച്ചത് ഡെറിഡയും ഫൂക്കോയുമാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അപ്പം ഈ ചിന്തകള് പിന്നീട് ഒരു ഡെറിഡയിൽ നിൽക്കുന്നില്ല, ഒരു എഡ്വേർഡ് സയ്യിദിലും നിൽക്കുന്നില്ല. നമ്മളെ ചാനൽ അവതാരകർ മുതൽ നാട്ടിലുള്ള സാധാരണക്കാരൻ വരെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലേക്ക് ഡെവലപ്പ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഘടനാവാദത്തിന്റെ പ്രത്യേകിച്ച് നരവംശാസ്ത്ര കേന്ദ്രിതമായിട്ടുള്ള ഘടനാവാദം നരവംശാസ്ത്രപരമായ ഘടനാവാദമുണ്ട്, സ്വത്തൂറിന്റെ ഭാഷാശാസ്ത്രപരമായിട്ടുള്ള ഘടനാവാദം. ഈ രണ്ട് ഘടനാവാദങ്ങളായാലും ശരി, ഘടനാവാദങ്ങളിൽ പൊതുവെ പറയുന്ന ഒരു കാര്യം സുസ്ഥിരമായ ഒരു അർത്ഥം എന്നുള്ള എ കോക്ഷ്വർ വേൾഡ്. വാട്ട് ഈസ് ആക്ച്വലി മെൻ ബൈ എ കോക്ഷ്വർ വേൾഡ്? എ വേൾഡ് വിച്ച് ഈസ് റിലക്റ്റന്റ് ടു ചേഞ്ച്, അല്ലേ? മാറ്റത്തിന് കൂട്ടാക്കാത്ത ഒരു ലോകമല്ലേ കോക്ഷ്വർ വേൾഡ് എന്ന് പറയുന്നത്. ഇത് മാത്രമാണ് ഉറപ്പുള്ള ഒറ്റ സത്യമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന് മാറാൻ കഴിയില്ലല്ലോ. അപ്പൊ ഒരാൾക്കും മാറാൻ കഴിയില്ല, വ്യക്തിക്ക് മാറാൻ കഴിയില്ല, സമൂഹത്തിന് മാറാൻ കഴിയില്ല, നാടിന് മാറാൻ കഴിയില്ല, കുടുംബത്തിന് മാറാൻ കഴിയില്ല, ഒന്നും മാറാൻ കഴിയില്ല. മാറാൻ കഴിയാത്ത സുസ്ഥിരമായിട്ടുള്ള ഒരു അർത്ഥ പരികല്പനയാണ് വാസ്തവത്തിൽ സ്ട്രക്ചറലിസം ഉണ്ടാക്കുന്നത്. കാരണം ഒരു സ്ട്രക്ചർ എന്നുള്ളത് ഇറ്റ് ഈസ് സ്ട്രക്ചേർഡ് ഇൻ സച്ച് എ വേ ദാറ്റ് it is having the elements which bear a permanent meaning or which conveys a permanent meaning എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും സ്ഥിരമായ ഒരു മീനിങ് കൺവേ ചെയ്യുന്ന ഒരു വാഹനം ആയാണ് വാക്കുകൾ മാറുന്നത്. അവിടെ സ്ട്രക്ചറലിസത്തില് ഈ ഒരു ഉപരിഘടനയും ഒരു ആഴഘടനയും ഉണ്ട് ഭാഷയ്ക്ക് എന്നാണ്. അതായത് there is a surface structure and a deep structure. അപ്പൊ ഈ സർഫസ് സ്ട്രക്ചറിൽ നിന്ന് ഡീപ് സ്ട്രക്ചറിലേക്ക് പോയി ആഴത്തിലുള്ള അർത്ഥം കണ്ടുപിടിച്ച് ഇപ്പൊ നമ്മള് മുത്തിന് വേണ്ടി മുങ്ങി മുത്തെടുത്ത് പുറത്തു വന്നു കഴിഞ്ഞാൽ മുത്ത് കിട്ടി എന്ന് സന്തോഷിക്കുന്ന പോലെ ഒരു അർത്ഥം കണ്ടെത്തി ആ അർത്ഥമാണ് എല്ലാ കാലത്തും ഇതിന്റെ ഒരു അർത്ഥം എന്നുള്ള രീതിയിൽ നമ്മൾ ഹരിതയാണ് ചെയ്തത്. അപ്പൊ ഹരിജൻ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഹരിജൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആർക്കും ഒരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല വളരെ കാലം. കാരണം എന്താ? ബിക്കോസ് വി തോട്ട് ഇറ്റ് ഈസ് വൺ ആൻഡ് ദ സെയിം വേർഡ് for each and every human being living in India, but it was not so and it is not so. അങ്ങനെയായിരുന്നില്ല. ഇപ്പോ ഈ ഉത്തരേന്ത്യയിലെ യുപിയിലുള്ള ഈ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ഉയർന്ന ജീവനക്കാരൻ എന്ന് പറഞ്ഞാൽ സെക്രട്ടറിമാരിൽ ഒരാള് യാദൃശ്യമായിട്ട് ഞാൻ പരിചയപ്പെട്ടപ്പോ സംസാരിക്കേണ്ടായി, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഉത്തരേന്ത്യയിലെ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹരിജൻ എന്നുള്ള വാക്കിന് യഥാർത്ഥത്തിൽ മോശമായ കൊണോട്ടേഷൻ ഉണ്ട് എന്നുള്ളത് പണ്ട് മുതലേ അറിയാവുന്നതാണ് എന്നാണ്. പണ്ട് മുതലേ എന്ന് പറഞ്ഞാൽ ഒരു പ്രയോഗത്തിന്റെ മണ്ഡലത്തില് ഒരു വാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതിന്റെ ഗുണഭോക്താക്കൾക്കും ഉപഭോക്താക്കൾക്കും സ്വാഭാവികമായിട്ടും അറിയും. പക്ഷെങ്കിൽ അത് തലയുയർത്തി പറയാനുള്ള ശേഷി അന്ന് അവിടെ ഒരു വിഭാഗം ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമാണ് ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഈ വാക്ക് സ്നേഹപൂർവ്വമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിലും ഗാന്ധിജി വളരെ ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റ് നമ്മളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്, നമ്മളൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മാതൃഭൂമി വാരികയിൽ ഈ വാക്കിനെ ന്യായീകരിച്ച ഒരു ലേഖനം തന്നെ എഴുതി. ഈ ഹരിജൻ എന്നുള്ള വാക്കിനെ ന്യായീകരിച്ചുള്ള ഒരു വലിയ താരതമ്യേന വലിയ ദീർഘമായ ഒരു ലേഖനം തന്നെ എഴുതിയിരുന്നു. ഈ ദളിത് എന്നുള്ള വാക്ക് ആദ്യമായി കേരളത്തിൽ ഉപയോഗിക്കുന്ന ഒരു കോൺടെസ്റ്റിലാണ് അതിനെ എതിർത്തുകൊണ്ട് രാധാകൃഷ്ണൻ എഴുതി. രാധാകൃഷ്ണൻ വാസ്തവത്തിൽ അവർണനാണ്, വളരെ പാവപ്പെട്ടവനാണ്, കുടിലിൽ താമസിച്ച് ജീവിച്ച ആളാണ്. അയാളെ കുടിലിൽ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ പക്ഷേങ്കിൽ രാധാകൃഷ്ണൻ കൺസീവ് ചെയ്ത ഐഡിയോളജിയുടെ ഒരു ഫലമാണ്. അപ്പൊ രാധാകൃഷ്ണൻ വ്യക്തിപരമായ ഒരു കുറ്റമല്ല. രാധാകൃഷ്ണൻ വിചാരിക്കുന്നത്, അല്ലെ ഗാന്ധിജിയോ രാധാകൃഷ്ണനോ അല്ലെങ്കിൽ നിങ്ങളോ ഞാനോ ഒക്കെ തന്നെ നമ്മൾ വി ആർ ഓൾസോ ലിവിങ് ഇൻ എൻ ഐഡിയോളജി വേർ മീനിങ് ഈസ് ബീങ് ജനറേറ്റഡ് ആൻഡ് വി ബിലീവ് ഇറ്റ് ആസ് ട്രൂ. നമ്മളത് സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് നമ്മളങ്ങ് കരുതുകയാണ്, നമ്മൾ വിശ്വസിക്കുക.
സുസ്ഥിരമായ അർത്ഥം എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു ധാരണ പെശകിന്റെ ഭാഗമാണ്. മറിച്ച് അങ്ങനെ സുസ്ഥിരമായ ഒരു അർത്ഥമല്ല ഭാഷയ്ക്കുള്ളത്, സുസ്ഥിരമായ ഒരു അർത്ഥമല്ല ഉള്ളത്. അപ്പൊ ഈ സുസ്ഥിരമായ അർത്ഥമല്ല ഭാഷയ്ക്കുള്ളത് എന്നുള്ളത് തിരിച്ചറിയുന്നതിന് പകരം നമ്മൾ ഭാഷയെ അതിൻ്റെ ഒരു പവിത്രതയിൽ സംരക്ഷിച്ച് നിർത്തുകയും അതിൻ്റെ ഘടനയ്ക്ക് ഒരു പവിത്രത കൽപ്പിക്കുകയും അതിൻ്റെ ഓരോ വാക്കിനും സുനിശ്ചിതമായ അർത്ഥം മാത്രം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പ്രത്യേക എൻറ്റിറ്റിയായി നമ്മൾ ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനെയാണ് ഈ ഓഫ് ഗ്രാമറ്റോളജി. ഓഫ് ഗ്രാമറ്റോളജി എന്നുള്ളത് ഗ്രാമ എന്നുള്ള വാക്ക് പിന്നെ എഴുത്ത് എന്നുള്ള വാക്ക് ആണ് അതിൻ്റെ അർത്ഥം. ഗ്രീക്കിൽ ഗ്രാമ എന്നുള്ളതിന് എഴുത്ത് ആലേഖനം എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ആലേഖന ശാസ്ത്രമാണ് ഓഫ് ഗ്രാമറ്റോളജി. ആലേഖനം ചെയ്യുന്ന എഴുതുന്നതിനെ കുറിച്ചുള്ള ശാസ്ത്രമാണ്. അപ്പൊ എഴുത്തിന് എന്താണ് ഈ ഡെറിഡയിൽ ഇത്രമാത്രം പ്രാധാന്യം? ഒരു എഴുത്തിന്റെ ആലേഖന ശാസ്ത്രമാണ് അല്ലെങ്കിൽ ഒരു എഴുത്ത് ശാസ്ത്രമാണ് ഡെറിഡ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ ഒരു കാരണം ഇപ്പം ഭാഷാശാസ്ത്രപരമായി പ്ലാറ്റോ മുതൽ ഇങ്ങോട്ട് ഈ പ്ലാറ്റോയുടെ ഫ്രീഡ്രസിൽ പറയുന്ന കഥ എന്നുള്ളത് ഒന്നുമില്ല. ഒരു ഈജിപ്തിലെ ഒരു രാജാവിൻ്റെ അടുത്ത് പല കണ്ടുപിടുത്തവും നടത്തിയ ആളുകൾ ഇങ്ങനെ കൊണ്ടുവരിക. അപ്പൊ ഇയാള് വെള്ളം കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഇയാള് വെളിച്ചം കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ സവിശേഷത കണ്ടുപിടിച്ചു, പിന്നെ അതിലുള്ള ഘടകങ്ങളെ കുറിച്ച് കണ്ടുപിടിച്ചു, മണ്ണിലുള്ള ചില പ്രത്യേക ഘടകങ്ങളെ കണ്ടുപിടിച്ചു. ഇങ്ങനെ പല കണ്ടുപിടുത്തങ്ങളുള്ള ആളുകളെ 1 by 1 ആയിട്ട് ഇങ്ങനെ രാജാവിന്റെ അടുത്ത് കൊണ്ടുവരുന്നു. രാജാവ് പ്രശംസിക്കുന്നു, അവർക്ക് പാരിതോഷികം കൊടുക്കുന്നു, അങ്ങനെ അവരെ പറഞ്ഞു വിടും. അങ്ങനെ കൊണ്ടുവരുന്നതിൽ ഒരാളെ കൊണ്ടുവരികയാണ്, എഴുത്ത് കണ്ടുപിടിച്ച തീയത്ത് എന്ന് പറയുന്ന ഒരാളെയും കൂടി കൊണ്ടുവരിക. അപ്പൊ ഈ എഴുത്ത് കണ്ടുപിടിച്ച ആൾ ഇവിടെ എത്തിയപ്പോ രാജാവ് പറയാണ് നിൽക്കട്ടെ, അയാളോട് നിൽക്കട്ടെ, അയാളെ മാറ്റി നിർത്തി. അങ്ങനെ മാറ്റി നിർത്തി. ഇപ്പൊ നമ്മളിപ്പോ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ പശ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി നിർത്തുമല്ലോ. അതുപോലെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു പീഡനമാണ്, സ്വാഭാവികമാണ്. നമ്മൾ എയർപോർട്ടിലൊക്കെ ഉള്ള വലിയൊരു പ്രശ്നം ഈ മാറ്റി നിർത്തലാണ്. വെറുതെ പേര് കണ്ടാൽ പോലും മാറ്റി നിർത്തുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ വെറുതെ എന്ത് പറയുന്നില്ല. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം, എൻ്റെ പാസ്പോർട്ടിൽ കാരക്കേടിന് എൻ്റെ ഫാദറുടെ പേര് കൂടി ഉണ്ട്. ഫാദറുടെ പേരാണെങ്കിൽ ഹാജി എന്ന് കൂടിയുള്ള പേരാണ്. അപ്പൊ എന്നെ ഈ കോഴിക്കോട്ട് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് പിന്നെ ഒരു മതപരമായ പ്രാക്ടീസും 10-30 കൊല്ലമായിട്ട് ചെയ്യാത്ത എന്നെ ഹാജി എന്നാണ് ഇയാൾ വിളിക്കുന്നത്. ഹാജി എന്ന് വിളിക്കാന്ന് മാത്രമല്ല, എന്നിട്ട് എന്നോട് എത്ര സ്വർണ്ണം ഉണ്ടെന്നാണ് പിന്നെ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കണമെന്നില്ലല്ലോ, ഇല്ലേ? അവരെ വിശ്വസിക്കണമെന്നില്ലല്ലോ, അത് നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളുടെ ഡ്യൂട്ടി അല്ലേ നിങ്ങൾ നോക്കുന്നത്. അപ്പൊ ഇയാള് പാസ്പോർട്ട് തിരിച്ചു മറിച്ച് നോക്കുമ്പോൾ ബാക്കില് യൂണിവേഴ്സിറ്റി ക്വാർട്ടേഴ്സിലെ അഡ്രസ്സാണ് പാസ്പോർട്ടിൽ. അപ്പൊ ഇദ്ദേഹത്തിന് സംശയം, ഞാൻ എന്തോ യൂണിവേഴ്സിറ്റിയിൽ ഒരാളായിരിക്കണമല്ലോ. അപ്പൊ യൂണിവേഴ്സിറ്റിയിൽ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഞാനിവിടെ ഒരു മാഷാണ് എന്ന് പറഞ്ഞു. അപ്പോ എന്റെ പിന്നെ അങ്ങനല്ല ഇങ്ങനല്ല. ഞാൻ പറഞ്ഞു സാറ് നോക്കിക്കോളൂ, സാറിന്റെ ഡ്യൂട്ടി അല്ലേ, ഞാൻ സ്വർണം കടത്തിയിട്ടുണ്ടോ, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ മാഷായിട്ട് സ്വർണം കടത്തിക്കൂടാന്നൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ആൻഡ് യു ചെക്ക് ഇറ്റ്, ബട്ട് ഡോണ്ട് ഹ്യൂമിലിയേറ്റ് മീ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലല്ല നമ്മൾ ഈ മാറ്റി നിർത്തുക എന്നുള്ളത് തന്നെ. അപ്പൊ ഈ എഴുത്ത് കണ്ടുപിടിച്ച് ഈ മനുഷ്യനെ മാറ്റി നിർത്തി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഫസ്റ്റ് പണിഷ്മെന്റ്. ഒന്നാമത്തെ പണിഷ്മെന്റ് ആണത് അയാൾക്ക് കൊടുത്തില്ല. കാരണം എഴുത്ത് കണ്ടുപിടിക്കുന്നതിന് ഒരു കുറ്റമാണെന്നുള്ള അർത്ഥത്തില്ല. പിന്നീട് ഈ രാജാവ് പറയാണ് ഇയാൾ എഴുത്ത് കണ്ടുപിടിച്ചത് പിന്നെ വലിയ തെറ്റാണ്. കാരണം എഴുത്ത് ഭാഷ ഉണ്ടാകുന്നതോടുകൂടി ആളുകളുടെ ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പൊ നമ്മൾ വി ആർ മെമ്മറൈസിങ്, നമ്മൾ ഓർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരാൾ പറയുന്നത് അടുത്താൾ ഓർത്ത് ഇങ്ങനെ പോകുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നെ എഴുത്ത് ഉണ്ടാക്കുന്ന ഒരു അപകടം വാസ്തവത്തിൽ ഓർമ്മശക്തി ഇല്ലാതായി പോകും. മനുഷ്യന്റെ ഈ പറയുന്ന കഴിവ് ഇല്ലായ്മ ചെയ്യുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് ഇയാളെ മാറ്റി നിർത്തുക മാത്രമല്ല, ഇയാൾക്ക് ശിക്ഷ കൊടുക്കുന്നു എന്നുള്ള. അപ്പൊ ഈ കഥ ഇതിൽ പറഞ്ഞത് കൊണ്ട് ഈ പുസ്തകത്തിന്റെ ഒരു എഡിഷൻ ഫസ്റ്റ് തീർന്നു എന്ന് പറഞ്ഞാൽ ഏതോ SLC-യുടെ ഏതോ പാഠത്തില് അന്ന് ഇത് ഈ പുസ്തകം ഇറങ്ങി 98-ല് പിന്നെ എഴുത്തുമായി ബന്ധപ്പെട്ടുള്ള ഈ കഥയെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഞാൻ ആ പുസ്തകം കണ്ടില്ല. ആ പരാമർശത്തെ കുറിച്ച് ഏതോ അധ്യാപകൻ അതിന്റെ ക്ലാസ്സിലോ അതുമായി ബന്ധപ്പെട്ടുള്ള വർക്ക്ഷോപ്പിലോ മറ്റോ
ഈ പുസ്തകത്തിൽ ഈ കഥ പറയുന്നുണ്ടെന്ന് കേട്ടോടുകൂടി മാഷ്മാരൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാലോ, പെട്ടെന്ന് തന്നെ അതിന്റെ 2000 കോപ്പി അങ്ങോട്ട് വിറ്റുപോയി. ഞാനത് പ്രതീക്ഷിച്ചില്ല. അങ്ങനെയാണ് ഈ കഥ കുറച്ചുകൂടി നന്നായി പറയാം. ജസ്റ്റ് പരാമർശിച്ചു. അപ്പൊ ആക്ച്വലി ഈ എഴുത്തുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു തത്വചിന്ത എന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഡെറിഡയുടെ ഈ ചിന്ത വരുന്നത്. അപ്പൊ അതിന്റെ കാരണം ഈ രാജാവ് എന്നല്ല, പ്ലാറ്റോ മുതൽ, പ്ലാറ്റോന്റെ റിപ്പബ്ലിക്കിൽ എന്താ ഇത് എഴുത്തുകാരനോടുള്ള ഒരു വിരോധം പ്ലാറ്റോ പ്രകടിപ്പിക്കുന്നുണ്ട്, ഇല്ലേ? ഇല്ല, ഇങ്ങനെ അറിയുന്നില്ല. അത് ഫിലോസഫി ഒന്നും പഠിക്കണമെന്നില്ലല്ലോ. പ്ലാറ്റോ അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക്കിൽ നിന്ന് എഴുത്തുകാരെ പുറത്താക്കി വാതിലടക്കാൻ പറയുന്നുണ്ട്. അപ്പൊ എഴുത്തുകാരെ പുറത്താക്കി വാതിലടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എഴുത്തുകാരൻ ഏതാണ്ട് ദൈവതുല്യാണ്, അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് ആണ് ദൈവതുല്യാണെന്ന് പ്ലാറ്റോ പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാല് ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത്. അപ്പൊ അതുപോലെ സമാന്തരമായ ഒരു ലോകം സൃഷ്ടിക്കാൻ കഴിവുള്ള ആളുകളാണ് എഴുത്തുകാർ. ഇപ്പൊ ഹോമറെ കുറിച്ചോ അല്ലെങ്കിൽ അതുപോലുള്ള എഴുത്തുകാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവര് സമാന്തരമായിട്ടുള്ള ഒരു കഥയുടെ ലോകം അല്ലെങ്കിൽ കവിതയുടെ ലോകം അല്ലെങ്കിൽ ചിത്രത്തിന്റെ ലോകം ഉണ്ടാക്കുന്ന ആളുകളാണ്. ദാറ്റ് ഈസ് വൈ ദേ ഡിസേർവ് റെസ്പെക്ട്. പക്ഷേ അവർക്ക് ബഹുമാനവും ആദരവും നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അവര് നമ്മുടെ റിപ്പബ്ലിക്കിൽ വേണ്ട, കാരണം അവരെ ആളുകളെ കുഴപ്പമായി കളിയും, പിന്നെ ദുഷ്ചിന്തയിലൊക്കെ കൊണ്ടുപോയി കളിയും എന്ന് പറഞ്ഞിട്ട് അവരെ റിപ്പബ്ലിക്കിനെ പുറത്താക്കി വാതിലടക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി അതിൽ വരുന്നുണ്ട്. അപ്പൊ എഴുത്ത് എന്നുള്ളതിനെ പ്രശ്നവൽക്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഡെറിഡ ചെയ്യുന്നത്. പ്രശ്നവൽക്കരിക്കുക എന്നുള്ള വാക്ക് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തിന്റെ പേര് ഞാൻ പറയില്ല, കാരണം അദ്ദേഹം വളരെ അക്സെപ്റ്റൻസ് ഉള്ള ഒരാളാണ് ഇപ്പോൾ കേരളത്തിൽ. ഇപ്പോൾ അയാൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ വളരെ ശരിയായ ദിശയിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയില്ല. ഞാൻ ഈ മലയാളം ഡിപ്പാർട്ട്മെന്റില് സർവകലാശാലയില് 95 ഈ പ്രശ്നവൽക്കരിക്കുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചപ്പോ അതിനെ പരിഹസിച്ചിരുന്നു. ഇപ്പൊ അങ്ങനെ ആരും പരിഹസിക്കില്ല, ആ സുഹൃത്ത് പരിഹസിക്കില്ല. ഞാൻ പറഞ്ഞ രാധാകൃഷ്ണൻ ഇപ്പൊ ഈ ഹരിചന്ദ്രനുള്ള വാക്കിനെ ന്യായീകരിച്ച് ലേഖനം എഴുതില്ലല്ലോ. ഇപ്പൊ എഴുതുമോ? ഒരിക്കലും എഴുതില്ല എന്നാണ് വിചാരിക്കുന്നത്. ഹരിചന്ദ്രനുള്ള വാക്ക് ഞാൻ എന്റെ ഡീറ്റെയിൽസിലേക്ക് കൂടുതൽ പോയില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ സംഭവം, ഇല്ലേ? അതല്ല, നിങ്ങൾക്ക് പ്രാഥമികമായി അറിയുന്ന കാര്യമാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാത്. പിന്നെ മാത്രമല്ല, നമുക്ക് ഡെറിഡ ആണ് നമ്മുടെ വിഷയവും. പക്ഷെ ഡെറിഡയെ നമ്മളെ കോണ്ടസ്റ്റുമായിട്ട് കൂടി യോജിപ്പിച്ചാലേ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ, ഇപ്പൊ എനിക്കന്ന് വിഷയം സോഷ്യോ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ ഓഫ് ഡെറിഡ എന്നല്ല. ഈ ഓഫ് ഗ്രാമറ്റോളജി എന്നുള്ള എഴുത്തിനെ സംബന്ധിക്കുന്ന ഈ പുസ്തകത്തില് എൻഡ് ഓഫ് ദി ബുക്ക് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്. ദ എൻഡ് ഓഫ് ദി ബുക്ക് ആൻഡ് ദ ബിഗിനിങ് ഓഫ് റൈറ്റിംഗ്. ഒരു ചാപ്റ്റർ എന്നല്ല, ഫസ്റ്റ് ചാപ്റ്റർ തന്നെ അതാണ്. ഈ പുസ്തകത്തിനെ കുറച്ച് ദുർഗ്രഹമാക്കിയുള്ള ഒരു സംഭവം എൻ്റെ അഭിപ്രായത്തില് ഗായത്രി ചക്രവർത്തി സ്പിവാക്കിന്റെ ഇൻട്രഡക്ഷൻ. അവര് നമ്മളെ ഇന്ത്യക്കാരിയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ അല്ലാതെ ഈ പുസ്തകത്തിൽ ദുർഗ്രഹമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്കതില്ല. ബോധപൂർവം ചില പ്രയോഗമൊക്കെ ഡെറിഡ നടത്തുന്നുണ്ട്, പക്ഷെ അതും ഈ പുസ്തകത്തിലല്ല. റൈറ്റിംഗ് ആൻഡ് ഡിഫറൻസിലുള്ള ലേഖനങ്ങളിലൊക്കെ നമുക്ക് ആ രീതിയിലുള്ള വളരെ ഒബ്ലിക്കായിട്ടുള്ള ഒരുപാട് സംഗതികൾ യൂസേജ് കാണാൻ പറ്റും. പക്ഷെ ഇതിൽ അങ്ങനെ ഒന്നുമില്ല. ഇതിൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഈ ചിന്തകളുമായിട്ട് എൻഗേജ് ചെയ്യാണ്. ഇപ്പൊ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ഗ്രാമറ്റോളജി. അപ്പൊ ലിംഗ്വിസ്റ്റിക്സിന്റെ ചരിത്രത്തിലുടനീളം നേരത്തെ പീറ്റേഴ്സിന്റെ കഥയിൽ പറഞ്ഞതുപോലെ തന്നെ പ്ലാറ്റോ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, ഇപ്പം ഭാഷാശാസ്ത്രപരമായ ഒരു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ പ്ലാറ്റോ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, ഇപ്പം ഉദാഹരണത്തിന് ഈ ഫാർമാക്കോൺ എന്ന് പറയുന്ന വാക്ക്, ഫാർമാക്കോൺ എന്ന് പ്ലാറ്റോസ് ഫാർമസി എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. പ്ലാറ്റോസ് ഫാർമസി എന്നുള്ളത്, ഫാർമാക്കോൺ എന്ന് പറഞ്ഞാൽ മരുന്നാണ്. ഡ്രഗ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ഉദ്ദേശിക്കുക? ഡ്രഗ് അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ അയാൾ സ്ഥിരമായിട്ട് പ്രഷറിനും ഷുഗറിനുള്ള ഗുളി പിടിക്കുന്ന ആളാന്നല്ലല്ലോ, അല്ല അല്ലേ? അപ്പൊ ഡ്രഗ് എന്നുള്ളതിന് സാധാരണ മരുന്ന്, ചികിത്സ എന്നുള്ള അർത്ഥമുണ്ട്. അതേസമയത്ത് പോയിസൺ, വിഷം എന്നുള്ള രീതിയിലുള്ള അർത്ഥമുണ്ടല്ലോ, ഇല്ലേ? നമ്മളെ സ്വയം നശിപ്പിക്കുന്ന മരുന്നുമാണ്, നമ്മളെ ചികിത്സിക്കുന്ന മരുന്നുമാണ്. രണ്ടിനെയും
അർത്ഥമുണ്ട്. അപ്പൊ ഈ അർത്ഥത്തിൽ ഫാർമാക്കോൺ എന്നുള്ള വാക്ക് എഴുത്തിന് ഉപയോഗിക്കുന്നുണ്ട്. എഴുത്ത് എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. ഈ അർത്ഥം മാത്രമല്ല. അപ്പൊ ഈ ഒരു വാക്ക് പരിശോധിച്ചുകൊണ്ട് ഡെറിഡ ഈ പ്ലാറ്റോയുടെ റൈറ്റിംഗിൽ ഉടനീളം അദ്ദേഹം ഉപയോഗിക്കാതെ പോയ ഫാർമാക്കോസ്, അവിടെയാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്നുള്ള പരികല്പന. നമ്മൾ അന്ധബിന്ദുക്കൾ അല്ലേ എന്ന് സാധാരണ പറയുന്നല്ലേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കുകൾ തന്നെയാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു പാഠം വായിക്കുമ്പോ എന്തുകൊണ്ട് ഇയാൾ ഇത് പറഞ്ഞില്ല, പലതും പറഞ്ഞു പക്ഷെ ഇത് പറഞ്ഞില്ല എന്ന് നമ്മളിപ്പോ സാധാരണ തന്നെ നമ്മുടെ രീതിയായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് പറയുന്നത്. എന്തുകൊണ്ട് പറയാതെ പറഞ്ഞു, അല്ലെങ്കിൽ പറയാതെ ഒഴിവാക്കുകയും ആ ഒഴിവാക്കുന്നതിലൂടി പറയുകയും ചെയ്ത. ഇപ്പം ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള കുറെ കാര്യങ്ങൾ പറയാം. ഞാൻ എന്നിട്ട് ഒരു പ്രത്യേക നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയവും പറയാ, ഏതെങ്കിലും ഒരു പാർട്ടിയെ കുറിച്ച് മാത്രം പറയാതിരിക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ച് മാത്രം പറയാതിരിക്കുക. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ആലോചിക്കും എന്തുകൊണ്ട് ഇതെല്ലാം പറഞ്ഞു ഇയാൾ ഇത് മാത്രം പറഞ്ഞില്ല. ഇല്ലേ, നോർമലായിട്ട് നമ്മൾ ചിന്തിക്കുന്നതാണ്. ഇത് തന്നെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, വളരെ ലളിത ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ തന്നെ മറ്റൊരു രീതിയിലുള്ള പ്രയോഗമാണ് ഡെറിഡ ഇവിടെ ചെയ്യുന്നത്. കാരണം ഇപ്പം ഫാർമാക്കോൺ എന്നും ഫാർമാക്യൂസ് എന്നും നിരന്തരം ഉപയോഗിക്കുന്ന ഡെറിഡ ഫാർമാക്കോസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ഫാർമാക്കോസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചു? അപ്പൊ ഈ ഫാർമാക്കോസ് എന്ന വാക്കിനും ഇതേ അർത്ഥമാണെന്ന് മാത്രമല്ല, ഈ വാക്ക് അതാണ് കൂടുതലായിട്ടും അവിടെ പ്രയോഗത്തിലുള്ളത്. ഗ്രീക്ക് മെത്തോളജിയിലൊക്കെ കൂടുതൽ പ്രയോഗത്തിലുള്ളതുമാണ്. അപ്പൊ ഇത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു വൈരുദ്ധ്യം അല്ലെങ്കിൽ വിരോധാഭാസം, സന്നിഗ്ധത എന്ന് നമ്മൾ പറയും. ഈ സന്നിഗ്ധത എന്നുള്ളത് കുറെ ടേംസ് ഒക്കെ ഇംഗ്ലീഷിൽ എന്താ അക്വേറിയ അല്ലേ, അക്വേറിയ, അക്വേററ്റിക് എന്തൊക്കെ പറയും. ഇപ്പൊ നമ്മളിപ്പോ ഒരു പാഠം വായിക്കുകയാണെങ്കിൽ, ഇപ്പൊ വൈലോപ്പള്ളിയുടെ ഒരു കവിത വായിക്കുകയാണെങ്കിൽ, ഒരു കഥ വായിക്കുകയാണെങ്കിൽ അതിലുള്ള സന്നിഗ്ധതകൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. ഈ സന്നിഗ്ധത എന്നുള്ളത് നമ്മള് ശരിയും തെറ്റും എളുപ്പം നിർണ്ണയിക്കാൻ പറ്റാത്തതാണ്. ഇത് ഇന്നത് ശരിയാണ് അല്ലെങ്കിൽ ഇന്നത് തെറ്റാണ് എന്ന് എളുപ്പത്തിൽ പറയാമെങ്കിൽ നമുക്കൊരു വിഷമമില്ല. ഇപ്പൊ ആണോ കരാർ ഒപ്പിടാവോ ഒപ്പിട്ടിവിടെയോ എന്ന് ചോദിച്ചാൽ അതില് എന്നെ സംബന്ധിച്ച് സന്നിഗ്ധതയില്ല. കാരണം എന്താ, ആണവ നിലയം തന്നെ ഇനി നമ്മുടെ രാജ്യത്തിന് പറ്റില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, ഒരു രാജ്യത്തിനും പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വ്യക്തിപരമായി. കാരണം അവര് ആണവ ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രദേശത്ത് പിന്നെ മനുഷ്യരില്ല. ആ ഉള്ള മനുഷ്യർക്ക് തന്നെ ഒരിക്കലും അവകാശത്തിന് പോയിട്ട് ജീവിക്കുന്ന കാര്യം തന്നെ വളരെ വിഷമമാണ്. അത്രമാത്രം ഇന്റൻസിറ്റിയുള്ള, അത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള ഫെനോമിനാണ്. പക്ഷെ എന്നിട്ടും നമ്മൾ ചാനലുകളൊക്കെ ചർച്ച ചെയ്തത് അതിന് ഇൻഷുറൻസ് കോർപ്പറേഷന് നഷ്ടപരിഹാരം മതിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള നഷ്ടപരിഹാരം വേണമെന്നുള്ളതാണ്. അപ്പം ഈ അക്വേറിയ എന്ന് പറയുന്നത് ഇങ്ങനെ ഉറച്ച തീരുമാനം എടുക്കാവുന്ന ഒരു സന്ദർഭത്തിലല്ല, മറിച്ച് നമ്മൾക്ക് സന്നിഗ്ധത ഉണ്ടാവുന്ന, നമ്മൾ സന്നിഗ്ധ ഘട്ടം എന്ന് പറയുന്ന പാരഡോക്സിക്കലായിട്ട് തോന്നുന്ന സന്ദർഭങ്ങളാണ്. ഇപ്പൊ ഞാനിപ്പം എയിൽ നിന്ന് ബിയിലേക്ക്, ഫിലോസഫിയിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എയിൽ നിന്ന് ബിയിലേക്ക് ഒരാൾക്ക് സഞ്ചരിക്കാം അല്ലേ, 100 മീറ്റർ സഞ്ചരിക്കാൻ യാതൊരു സംശയമില്ല. പക്ഷെ ലോജിക്കലി സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് വേണമെങ്കിൽ കാണിക്കാം. എക്സ് ദൂരം സഞ്ചരിക്കണമെങ്കിൽ യു ഹാവ് ടു ട്രാവൽ ഓർ യു ഹാവ് ടു കവർ ഹാഫ് ഓഫ് ദി എക്സ് ഡിസ്റ്റൻസ്. ഹാഫ് ഓഫ് ദി എക്സ് ഡിസ്റ്റൻസ് സഞ്ചരിക്കണമെങ്കിൽ again you have to cover half of the half x distance. അങ്ങനെ നമ്മൾ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഒരു ഹാഫ് ഡിസ്റ്റൻസ് ബാക്കിയാണ് എന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. ലോജിക്കലായിട്ടുള്ള ഈ താർക്കികന്മാരുടെ ഇടയിൽ ഇത്തരം കാര്യങ്ങൾ തർക്കിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്.